പൂന്താനം നമ്പൂതിരിയുടെ ജീവിതകഥ മലയാള ഭക്തിസാഹിത്യത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒന്നാണ്. പൂന്താനം നമ്പൂതിരി 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തകവിയായിരുന്നു. അദ്ദേഹം കേരളത്തിലെ മലബാർ പ്രദേശത്താണ് ജനിച്ചത്. ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹം ഒരു വിഷ്ണുഭക്തനായിരുന്നു. പൂന്താനം നമ്പൂതിരിക്കും ഭാര്യയ്ക്കും ഏറെക്കാലം സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അനവധി പ്രാർത്ഥനകളും വ്രതങ്ങളും കഴിഞ്ഞു ഒടുവിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അവർ ആ കുഞ്ഞിനെ അതീവ സ്നേഹത്തോടെ വളർത്തി. എന്നാൽ വിധി എന്ന് പറയട്ടെ, ആ കുഞ്ഞ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ഈ സംഭവം പൂന്താനത്തിൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചു. വലിയ ദുഃഖത്തിൽ മുങ്ങിയ അദ്ദേഹം ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും നശ്വരമാണെന്ന് തിരിച്ചറിഞ്ഞു. കുഞ്ഞിൻ്റെ മരണം അദ്ദേഹത്തെ കൂടുതൽ ഭക്തിയിലേക്ക് നയിച്ചു. കൃഷ്ണനാണ് എൻ്റെ യഥാർത്ഥ മകൻ എന്ന ബോധ്യത്തോടെ അദ്ദേഹം പൂർണ്ണമായും ഗുരുവായൂരപ്പനോട് ആത്മസമർപ്പണം നടത്തി. ഈ ആത്മീയ മാറ്റത്തിൻ്റെ ഫലമായി അദ്ദേഹം രചിച്ച ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ജ്ഞാനപ്പാന. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന അദ്ദേഹത്തിൻ്റെ വരികൾ കണ്ണു നിറയാതെ ആർക്കും കേട്ടിരിക്കാൻ കഴിയില്ല. ഈ കൃതിയിൽ ജീവിതത്തിൻ്റെ നശ്വരത, ഭക്തിയുടെ